ശബരിമല തീർത്ഥാടകർക്ക് സഹായമൊരുക്കി വനം വകുപ്പിന്റെ IN മൊബൈൽ ആപ്പ് തീർത്ഥാടകർക്ക് സഹായകരമാകുന്ന വിധത്തിൽ മുൻ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ നിരവധി പുതുമകളോടുകൂടിയാണ് IN 2.0 എന്ന പേരിൽ മൊബൈൽ ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഓഫ്ലൈനായും ഓൺലൈനായും ആപ്പ് പ്രവർത്തിക്കുമെന്നതാണ് പ്രധാന പ്രത്യേകത. ശബരിമല തീർത്ഥാടകർക്ക് ശരണവഴിയിൽ തുണയാവുകയാണ് IN മൊബൈൽ ആപ്പ്. പമ്പ, സന്നിധാനം, സ്വാമി അയ്യപ്പൻ റോഡ് എന്നീ പാതകളിൽ ലഭിക്കുന്ന സേവനങ്ങൾ ഈ ആപ്പിലൂടെ അറിയാം. പരമ്പരാഗത കാനനപാതകളിലെ സേവന കേന്ദ്രങ്ങൾ, മെഡിക്കൽ എമർജൻസി യൂണിറ്റ്, താമസ സൗകര്യം, എലിഫന്റ് സ്ക്വാഡ് ടീം, പൊതുശൗചാലയങ്ങൾ, ഓരോ താവളത്തിൽ നിന്നും സന്നിധാനത്തേക്കുള്ള ദൂരം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. കേരള വനം വകുപ്പ് പെരിയാർ വെസ്റ്റ് ഡിവിഷൻ ടീം കഴിഞ്ഞ ശബരിമല മണ്ഡല മകരവിളക്ക് സീസണിൽ അയ്യപ്പ ഭക്തർക്കായി IN 2.0 എന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരുന്നു. iOS ആപ്ലിക്കേഷന് പിൽഗ്രിം ഡിജിറ്റൽ ഫെസിലിറ്റേഷൻ കാർഡും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും കാനനപാത വഴി സഞ്ചരിക്കുന്ന അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയിട്ടാണ് ഈ ആപ്പ് കൂടുതലായി ഉപയോഗപ്പെടുത്തുന്നത്. ശബരിമല ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് പുറമെ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ സമ്പന്നതയെക്കുറിച്ചുള്ള വിവരങ്ങളും മൊബൈൽ ആപ്പിൽ ലഭ്യമാണ്. കാനനപാതകളിൽ പലയിടത്തും ഇന്റർനെറ്റ് സേവനവും ഫോണിന് സിഗ്നലും ഉണ്ടാവാറില്ല. ഇതിന് പരിഹാരമായി ഓൺലൈനിലും ഓഫ്ലൈനിലും ആപ്പ് പ്രവർത്തിക്കും. ഈ ആപ്പിൽ ഓഫ്ലൈനായും പ്രവർത്തിക്കുമെന്നതാണ് ഈ ആപ്പിന്റെ പ്രധാന ആകർഷണം. കൂടാതെ ശബരിമലയെ സംബന്ധിച്ച എല്ലാവിധ സമയ ക്രമീകരണങ്ങളും, പൂജകളുടെയും ശബരിമല നട തുറക്കുന്നതും അടയ്ക്കുന്നതും സംബന്ധിച്ചും മറ്റു പൂജകളുടെയും, കൂടാതെ കാനനപാത വഴി കടത്തിവിടുന്ന സമയക്രമങ്ങളും അപ്പപ്പോ അന്നന്ന് കൃത്യമായി കൺട്രോൾ റൂം വഴി അപ്ഡേറ്റ് ചെയ്ത് IN ആപ്പിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്ന IN മൊബൈൽ ആപ്പ് മലയാളത്തിന് പുറമെ തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി എന്നീ 5 ഭാഷകളിൽ ലഭ്യമാണ്. കാനനപാതയുടെ കവാടങ്ങളിലുള്ള QR കോഡ് സ്കാൻ ചെയ്തും ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സൗകര്യമുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.